ഗയ്സ് ഒറ്റ മൈൻഡ് നമുക്ക് നാട്ടിൽ വരെ പോയിട്ട് വന്നാലോ ജിൽ കാശിന്റെ കഴപ്പാ. അങ്ങനെ ഗൈസ് നമ്മൾ സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് അകത്ത് കയറി ഫുൾ ഫുട്ബോൾ തീമിലാണ് ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ജേഴ്സീസൊക്കെ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കഴിയുമ്പോഴത്തേക്കിനും ഫിഫ കഴിയുമ്പോഴത്തേക്കിനും ഫുൾ ഓഫർ കിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഖത്തർ വഴി ഒന്ന് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. ഇപ്പോൾ ഖത്തറിലെ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞായിരുന്നു. അന്യ വിലക്കുറവിലൂടെ കിടന്നിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല വിലയായിരിക്കും. ഇപ്പോൾ ഈ കാനഡയുടെ ജേഴ്സിയൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ചെറിയ വിലയ്ക്ക് കിട്ടുമായിരിക്കും. സ്റ്റിൽ ചെറിയ വിലയൊന്നുമില്ല, $38. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഫിഫ കഴിയുന്നിടം വരെ ഈ വിലയൊക്കെ തന്നെ കാണും. ഏതായാലും ഈ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് സെറ്റാക്കി. ഇത് കാനഡയുടെ ഒരു ഒഫീഷ്യൽ വിസ്കിയാണ് ഗൈസ്, ക്രൗൺ റോയൽ. വലിയ കുഴപ്പമില്ലാത്ത സാധനം. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി നേരം പോയി ലോഞ്ചിൽ പോയിരിക്കട്ടെ. എനിക്ക് ലോഞ്ച് ആക്സസ് ഉണ്ട്. ഞാൻ അവിടെ ചെന്നാലേ നമുക്ക് അറിയത്തുള്ളൂ ഇനി ഇന്നത്തെ ഫ്ലൈറ്റിൽ പോകാനൊക്കെ പോകുന്നത്. ഞാൻ ബാങ്കോക്കിലോട്ടാണ് പോകുന്നത്. ബാങ്കോക്കിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും കൊച്ചി ട്രിവാൻഡ്രം പിടിക്കണം. അപ്പോൾ അതാണ് സെറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ ലോഞ്ച്. ഇത് ഈ ക്രെഡിറ്റ് കാർഡ്സിൻ്റെയൊക്കെ ലോഞ്ച് ചെയ്താൽ, അല്ലാതെ ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിന് വേറെ സെപ്പറേറ്റ് ലോഞ്ച് ഉണ്ട്. നമ്മൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല ഗൈസ്, അത്രയ്ക്കൊന്നും നമ്മൾ അഹങ്കരിക്കാറായിട്ടില്ല. റേഷൻ കാർഡ് മണ്ണെണ്ണ വാങ്ങാൻ പാടില്ലല്ലോ ഗൈസ്. അങ്ങനെ നമുക്കൊരു സ്പോട്ടൊക്കെ കിട്ടി, സെറ്റായി. സബ്സ്ക്രൈബറുടെ ശുദ്ധപാനി, കുറച്ച് ഹെൽത്തി കിട്ടും. ഇവിടെ പിന്നെ ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്, നമുക്കിരുന്ന് വർക്ക് ചെയ്യാം. എന്ത് വേണമെന്ന് ചെയ്യാം, നല്ല സെറ്റപ്പ്. നമ്മളിതിന് വർക്ക് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ചെയ്യാൻ സെറ്റായിട്ട് ചില്ല് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേ നമുക്കറിയാനൊക്കത്തുള്ളൂ. 9 o'clock ആയിട്ടേ ഉള്ളൂ. 10 മണിയാകുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും പോകാനൊക്കെ ഇല്ലയോ എന്നുള്ളത്. അതുവരെ നമുക്ക് ചില്ല് ചെയ്യാം കേസ്. പോകാനൊപ്പം എന്ന് തോന്നുന്നു, പ്രതീക്ഷ അതാണല്ലോ എല്ലാം കേസ്. അങ്ങനെ നമ്മുടെ സീറ്റ് കൺഫേം ആയിട്ടുണ്ട്. എനിക്ക് ബിസിനസ് ക്ലാസ് കിട്ടിയില്ല, ബട്ട് പ്രീമിയം എക്കോണമി കിട്ടി കേസ്. ഗൈസ് അങ്ങനെ വളരെ സേഫായിട്ട് നമ്മൾ ബാങ്കോക്കിൽ വന്നിറങ്ങി, കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റ് 7:30, ഇവിടെ 5 ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ എയർ ഇന്ത്യയുടെ കൗണ്ടറിലോട്ട് ചെല്ലട്ടെ. ഡയറക്റ്റ് കൊച്ചിയില്ല. അപ്പോൾ ഇനി വല്ല ഡൽഹിയോ ബോംബെയോ ഒക്കെ ചെന്നിട്ട് വേണം പോകാൻ. അപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴാണ് ആ വിഷമിക്കുന്ന വാർത്ത ഞാൻ കേട്ടത്. ആക്ച്വലി നമ്മുടെ ഫ്രാൻസ് തോറ്റു ഗൈസ്. അപ്പോൾ ഫിഫയും അർജൻറ്റീനയും കൂടെ ഒത്തുകളിയാണ് ഇതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും.
അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ഇനിയിപ്പോൾ ആ വേൾഡ് കപ്പിൻ്റെ ആ കപ്പെടുത്ത് അർജൻറ്റീനയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെറും ഒത്തുകളി, ഫുട്ബോളിലുള്ള ആ വിശ്വാസം എനിക്ക് പോയി ഗൈസ്. നിങ്ങൾ പറ സത്യമാണോ അല്ലയോ? അർജൻറ്റീനയും ഫിഫയും കൂടെയുള്ള ഒത്തുകളിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും. അപ്പോൾ ശരിയല്ലേ? അപ്പോൾ സെറ്റ് ഗൈസ്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. തോക്കാനുള്ള തോറ്റു. പോർച്ചുഗൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിനെ പിടിച്ചു. എന്നിട്ട് നമുക്ക് വലിയ പ്രതീക്ഷ നമുക്ക് നമ്മുടെ ആ ഒരു വൈബിലോട്ട് കളി വന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതായാലും നമ്മുടെ ഇപ്പോൾ ഞാൻ അറൈവൽസിൽ നിന്ന് കയറി ഡിപ്പാർച്ചേഴ്സിലോട്ട് കയറി. ട്രഡീഷണലായിട്ടുള്ള നമ്മുടെ തായ്ലൻഡിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരെ ഞാൻ എയർ ഇന്ത്യയുടെ കൗണ്ടർ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഗൈസ് 5 മണി ആയതേ ഉള്ളൂ. വെയിറ്റിങ്ങാണ്. 7:30 ഫ്ലൈറ്റ്. ഒരു 6:30 ഒക്കെ ആകുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. കുഴപ്പമില്ല, കുറച്ച് ത്യാഗമൊക്കെ സഹിച്ചാലേ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാനൊക്കത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ എയർലൈനെ ഒന്നും കുറ്റം പറയുമല്ല. ആസ് എ സ്റ്റാഫ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കത്തുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് കണ്ടിട്ട് സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അതൊന്നും അവർ പറഞ്ഞില്ല. എയർ കാനഡയുടെയൊക്കെയാണ് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ ഏതായാലും കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ജില്ലെന്ന് ഇരിക്കാം. ഫ്രാൻസ് തോറ്റതിൻ്റെ വിഷമമുണ്ട് ഗൈസ്. പക്ഷേങ്കിൽ തോറ്റതല്ല, തോപ്പിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ. ഗൈസ് അങ്ങനെ നമ്മുടെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവിടുന്ന് അവിടുന്ന് 2 hours ലേ ഓവർ ഉണ്ട്. പക്ഷേ ഞാൻ ബാഗ് എടുത്ത് പിന്നെയും കയറണം. ഇനി അവിടെ ചെല്ലുമ്പോൾ പറയും കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ് കിട്ടുമോ. എന്തായാലും നമ്മൾ കട്ടല പോലെ ഫുൾ പോസിറ്റീവ് എനർജികളിലൂടെ പോയാലേ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ തുടങ്ങി. എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എയർ സുവിധ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം അത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് ഫില്ല് ചെയ്താലേ ഇപ്പോൾ ഇന്ത്യയിലോട്ട് നമുക്ക് കയറാനൊക്കത്തുള്ളൂ. അപ്പോൾ അതിനൊരിച്ച് ടൈം എടുത്തു. അത് അങ്ങോട്ട് അത്ര ഫാസ്റ്റായിട്ടുള്ളൊരു വെബ്സൈറ്റ് അല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സെറ്റായി. പിന്നെ OTP നമ്പർ ഇന്ത്യൻ നമ്പറിലേക്ക് വരണം. അതിനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ അതൊക്കെ സെറ്റ് ചെയ്ത് ഗൈസ്. ഇനിയും നമുക്ക് സെറ്റായിട്ട് അതിൽ ഇവിടുത്തെ ബ്രാൻഡഡ് സ്റ്റോഴ്സൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിന്നൊന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല. അപ്പോൾ ജില്ലെന്ന് പോയി നമുക്കിനി അധികം സമയമൊന്നുമില്ല. 1 hour ഉള്ളൂ. അതിൽ പെട്ടെന്ന് കയറ്റി. യൂഷ്വലി നമുക്ക് ലാസ്റ്റ് 45 minutes ഉള്ളപ്പോഴേ സ്റ്റാഫിന് തരത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെ പിന്നെ അങ്ങനെ അവർ തരത്തില്ല. അല്ല, കൺഫേം സീറ്റ് ഉണ്ട്, നമുക്ക് കിട്ടി. കൺഫേം സീറ്റ് കിട്ടി. അപ്പോൾ അത്യാവശ്യം സീറ്റ് ഉണ്ടായിട്ടാണ് അത്ര നേരത്തെ തന്നത്. അപ്പോൾ സെറ്റ് കേസ്. ഇനിയിപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും കാണിക്കാൻ ഒക്കും തോന്നുന്നില്ല. നല്ല ടയേർഡാണ്. ജില്ലെന്ന് കയറി ഒന്നുകൂടെ ഒന്ന് ഉറങ്ങി സെറ്റായി ചെല്ലുമ്പോഴത്തേനും ഡൽഹി എന്ന് പറഞ്ഞാൽ മോഹൻ തോമസിൻ്റെ ഡൽഹി. ഈ തായ്ലൻഡ് എയർപോർട്ട് അല്ലെങ്കിൽ തായ്ലൻഡിൽ കിട്ടുന്നതിനുള്ള ഫുഡ് വേറെ എങ്ങും കിട്ടത്തില്ല ഗൈസ്. വേറെ തന്നെ വൈബ്. ഫുഡ് കണ്ട് അതും റീസണബിൾ പ്രൈസിലാണ്. നമ്മളിപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്നൊക്കെ ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 200 രൂപ കണ്ടു കൊടുക്കണം. ഇതെല്ലാം റീസണബിൾ. വെളിയിൽ മേടിക്കുന്ന അതേ പ്രൈസ് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. മക്ഡൊണാൾഡ്സിലൊക്കെ ഇതേവരെ കണ്ടിട്ടില്ലാത്ത മെനൂസൊക്കെയാണ്. ഏതായാലും സെറ്റ് കേസ്. അപ്പോൾ നേരെ ഡൽഹി ഫ്ലൈറ്റിലോട്ട് വലിഞ്ഞ് കയറട്ടെ. വേറെ തന്നെ വൈബ്. സാധാരണ വ്ളോഗേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യും. നമ്മൾ പാർട്ടി പോലും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. എന്ത് ഗൈസ്, ആർക്കും വേണ്ടേ ഗൈസ്? എയർ ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് ന്യൂ 320 എയർ ബസ്സാണ് കേട്ടോ. ആ പുതിയ നമ്മുടെ മഹാരാജ സിമ്പലൊന്നും അല്ല അതിലുള്ളത്. അപ്പോൾ സെറ്റ്. ഒരു ബ്രാൻഡ് ന്യൂ എയർക്രാഫ്റ്റിൽ ആദ്യമായിട്ട് കയറാൻ പോകണം ഗൈസ്. എയർ ഇന്ത്യയുടെ ബ്രാൻഡ് ന്യൂ എയർക്രാഫ്റ്റ് 320 സെറ്റ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറൊന്നുമല്ല. ഇവിടെ ഏകദേശം ഒരു 14-15 പേരേലും ഈ ഫ്ലൈറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു 4 പേര് ചെയ്യുന്ന ഫ്ലൈറ്റാണ്. ഇവിടെ 14 പേര് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് എഫിഷ്യൻസിയൊക്കെ സമ്മതിച്ച് കൊടുക്കണം. എല്ലാം നീറ്റായിട്ട് ക്ലീനായിട്ടൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എയർ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ എയർലൈൻസിനെ എല്ലാവരും താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതെന്ന്. എന്തായാലും ഇന്ന് നമുക്ക് ബ്രാൻഡ് ന്യൂ എയർക്രാഫ്റ്റാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ പിന്നെ എയർക്രാഫ്റ്റിൻ്റെ പഴക്കം നമുക്ക് പരാതി പറയാനൊക്കത്തില്ല. എനിക്കിതുവരെ എയർ ഇന്ത്യയിൽ നിന്ന് നല്ല സർവീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എയർ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ എനിക്കൊരു കുറ്റം പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡിലേ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സ്റ്റാഫിനെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് എവിടെ ആണെങ്കിലും സെറ്റ് കേസ്. ഇവിടുന്ന് കയറട്ടെ.
കൊച്ചി എത്തി.